വളരെ പ്രസിദ്ധമായ അമ്പലങ്ങളിലേക്കുള്ള ഒരു യാത്ര ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉണർവ് തരുന്ന ഒരു അത്ഭുത ശക്തി തന്നെയാണ്. അപ്രകാരം നമുക്ക് എറണാകുളം ജില്ലകളിൽ നിന്ന് പോകാൻ പറ്റുന്ന പെരുമ്പാവൂരിനടുത്ത് 10 കിലോമീറ്റർ മാത്രം മാറിയുള്ള മേത്തല ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിൽ ഭഗവതി ക്ഷേത്രം ഇപ്രകാരമുള്ള ഒരു അഭൂതപൂർവമായ ശക്തി നിറഞ്ഞ ഒരു ക്ഷേത്രം. 120ഓളം പടികൾ കയറിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ചുറ്റും ഏതാണ്ട് 28ഓളം ഏക്കർ റിസർവ് ഫോറസ്റ്റാണ്. അതിൻ്റെ നടുക്കാണ് ഈ അമ്പലം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആ പ്രകൃതി ഭംഗി കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ആ മാലിന്യങ്ങളൊക്കെ പോയി നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളൊരു നിർമ്മലമായ മനസ്സ് ആ ശരീരത്തിലേക്ക് എത്തുകയും അപ്രകാരം പ്രാർത്ഥിക്കുന്നത് വളരെ ഫലവത്താകുകയും ചെയ്യുന്നൊരു അത്ഭുതകരമായൊരു സിദ്ധിയുള്ളൊരു അമ്പലം. ഇവിടെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ. അതിൽ പത്മാവതി എന്ന ദേവി ശക്തിയെ നമ്മുടെ ഹൈന്ദവ രീതിയിലുള്ള ദേവിയായി ഇപ്പോഴും തുടർന്ന് പ്രാർത്ഥിച്ചു വരുന്നു എന്നാണ് ഐതിഹ്യം. ഇവിടെ വീടുപണി നടക്കുവാനും മുടി വളരുവാനുമാണ് പ്രധാനപ്പെട്ട നേർച്ചകൾ മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നടത്തുന്നത്. ഈ പുരുഷന്മാർക്ക് കുടുംബത്തിലെ അസ്വസ്ഥത മാറാനും സ്ത്രീക്ക് മുടി വളരുവാനും ഇരുമ്പ് ഉപയോഗിക്കാതെ ഓല കൊണ്ടുള്ള ചൂല്, ഓലയിൽ നിന്നും തയ്യാറാക്കുന്ന ചൂല് ഇവിടെ സമർപ്പിക്കുക എന്നതാണ് ചൂല് വഴിപാട്. ഈ കല്ലു നേർച്ചയിൽ പാതി വഴി മുടങ്ങിയ വീട് പണി പൂർത്തിയാക്കാനാണ് ഈ കല്ലു നേർച്ച. പണി നടക്കുന്ന വീട്ടിൽ നിന്നും 2-3 കല്ല് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ എത്തിച്ച് പ്രാർത്ഥിക്കുന്നതോടെ ഒരു വർഷത്തിനുള്ളിൽ ആ പണി നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരും. നമ്മളും അതിന് തയ്യാറാകുന്നു എന്നാണ് ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ബലസിദ്ധി. ഈ വലിയൊരു കല്ല് മേൽക്കൂരയായിട്ടുള്ള ഈ ഒരു അമ്പലത്തിൻ്റെ പ്രദക്ഷിണ വഴി തന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി ഈ കല്ലിന് ചുറ്റി പുറകിലൂടെ കയറി ആ കല്ലിനും താഴത്തെ കല്ലിനും ഇടയിലുള്ള ഒരാൾക്ക് അല്പം ഒന്ന് കുനിഞ്ഞ് മറുവശത്തെത്തുന്ന രീതിയിലുള്ള ആ വഴിയിലൂടെ കടന്നാണ് അപ്പുറത്തെത്തേണ്ടത്. ഈ കല്ല് ഒരു കല്ലിന് മറ്റൊരു കല്ല് എടുത്തു വച്ചിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ആ ഒരു സൃഷ്ടി. ഇപ്രകാരമുള്ള ഈ കല്ല് ഇത് പല ഭാഗങ്ങളും മറ്റ് കല്ലിൽ മുട്ടിയിട്ടോ അമർന്നിരിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു ഭാഗം കൊണ്ട് മാത്രമാണ് ഇവ തമ്മിൽ സ്പർശിച്ചിരിക്കുന്നത്. ഈ കല്ലാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലെ മേൽക്കൂരയായിട്ട് നിലനിൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു വഴി കടന്ന് അപ്പുറത്തെത്തുമ്പോൾ ഈ കല്ലിൽ തന്നെ ഒരു ആരാധനാമൂർത്തിയുണ്ട്. അവിടെ മുകളിൽ കയറിയിട്ടാണ് പൂജാരി ഈ പൂജകൾ അർപ്പിക്കുന്നത്. പുരാതന കാലത്ത് ഈ ഭാഗത്തെത്തിയ ഗ്രാമവാസികൾ അതിദിവ്യമായ ഒരു സ്ത്രീരൂപം കല്ലുകൾ എറിഞ്ഞ് മുകളിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അങ്ങോട്ട് എത്താൻ ശ്രമിച്ചപ്പോൾ ആ രൂപം പാറക്കെട്ടുകൾക്കിടയിലേക്ക് മറഞ്ഞുവെന്നും മുകളിലേക്ക് എറിഞ്ഞ കല്ല് ആ പാറക്കെട്ടുകൾക്ക് മുകളിൽ മേൽക്കൂരയായി വന്നുവെന്നും ആ പാറക്കെട്ടുകൾക്ക് ഇടയിൽ ദേവീ ചൈതന്യം എന്നും ഭക്തവത്സലയായി വിരാജിക്കുന്നുമെന്നാണ് കരുതുന്നത്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് ഉത്സവ കൊടിയേറ്റ്. 8 ദിവസമാണ് ഉത്സവം. രാവിലെ 6 മുതൽ 9 വരെയും വൈകിട്ട് 5:30 മുതൽ 7 വരെയുമാണ് ദർശന സമയം.